നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷിച്ച ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ ഐ ഡി ആയി മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്രൂവലായ ആളുകൾക്കാണ് ഇങ്ങനെ പെൻഷൻ ഐ ഡി ജനറേറ്റ് ആയിട്ടുള്ളത്. ഇങ്ങനെ പെൻഷൻ ഐ ഡി ജനറേറ്റ് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മസ്റ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമോ, അതുപോലെ തന്നെ ഇപ്പോഴും ഒരു മെസ്സേജും വരാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റിജക്റ്റ് മെസ്സേജുകൾ വന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായിട്ടായിരുന്നു സർക്കാർ സ്ത്രീകൾക്കുള്ള 1000 രൂപയുടെ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത്. അന്ന് മുതൽ തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച എല്ലാ രേഖകളും കൃത്യമായി കൊടുത്ത ആളുകൾക്കാണ് ഇപ്പോൾ അപ്രൂവൽ ആയി അവർക്ക് പെൻഷൻ ഐ ഡി ജനറേറ്റ് ആയിട്ടുള്ളത്. അവർക്ക് ഇനി പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പെൻഷൻ നമ്പറും മറ്റു കാര്യങ്ങളും ലഭിക്കും. സാധാരണഗതിയിൽ ഇങ്ങനെ പെൻഷൻ ഐ ഡി ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരാറുണ്ട്. ഈ ഒരു കാര്യത്തിൽ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇങ്ങനെ മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരുമോ എന്നതിനെക്കുറിച്ച് സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി ഒന്നും അറിയിച്ചിട്ടില്ല. സാധാരണഗതിയിൽ മസ്റ്ററിംഗ് പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമായിരിക്കും പെൻഷൻ മസ്റ്ററിംഗ്. ഇങ്ങനെ പെൻഷൻ ഐ ഡി വെച്ചിട്ടായിരുന്നു നമ്മളെല്ലാ ആളുകളും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ പെൻഷൻ ഐ ഡി ആയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരുമോ എന്നെല്ലാം നമുക്കറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പെൻഷൻ ഐ ഡി അടക്കമുള്ള കാര്യങ്ങൾ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എസ് എന്നും എല്ലാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ മറ്റു ചില ആളുകൾക്ക് സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അത് അപേക്ഷയുടെ ബാഹുല്യം മൂലമാണ്. നമുക്കറിയാം 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ ഒരുപാട് ആളുകളുണ്ടാവും നമ്മുടെ നാട്ടുകളിൽ. ഏകദേശം 13 ലക്ഷത്തിലധികം ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഓരോ പഞ്ചായത്തിൻ്റെ കീഴിലും ഒരുപാട് ആളുകളുണ്ട്. സെക്രട്ടറിയുടെ മറ്റ് ജോലിഭാരമെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർ ഇത് അപ്രൂവൽ ചെയ്യുക. ചില ആളുകൾക്ക് വെരിഫിക്കേഷൻ ലെവലിലും ചില ആളുകൾക്ക് പെൻഡിങ് ഫോർ അപ്രൂവൽ എന്നിങ്ങനെ പല രൂപത്തിലും കാണുന്നുണ്ട്. പെൻഡിങ് ഫോർ അപ്രൂവൽ ഇതിൻ്റെ അവസാന സ്റ്റേജാണ്. അതുപോലെ തന്നെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രേഖകൾ അവർ പരിശോധിക്കുകയാണ്. സബ്മിറ്റഡ് എന്ന് പറയുന്നത് അവർ രേഖകളൊന്നും നോക്കിയിട്ടില്ല, വരും ദിവസങ്ങൾ തന്നെ നോക്കുമെന്ന് കാണിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കേസ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ കേസ്മാർട്ട് വെബ്സൈറ്റ് വഴിയോ നമുക്കിത് ചെക്ക് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിന് ലിങ്ക് അയച്ചു തരാം. അവിടെ നിങ്ങളുടെ അപേക്ഷ നമ്പർ മാത്രം നൽകിയാൽ മതി. അതുപോലെ തന്നെ ഇത് റിജക്റ്റ് ആയ ഒരുപാട് ആളുകളുണ്ട്. അതല്ലെങ്കിൽ റിട്ടേൺ ടു സിറ്റിസൺ ലോഗിൻ നിന്ന് കാണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ എവിടെ നിന്നാണോ അപേക്ഷ സമർപ്പിച്ചതെന്ന് നോക്കുക. അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാരണം കൊണ്ടാണ് അത് റിജക്റ്റ് വന്നതെന്ന് അറിയാൻ സാധിക്കും. ഒട്ടുമിക്ക ആളുകൾക്കും ചെറിയ ചെറിയ രേഖകളുടെ വ്യത്യാസം മൂലമോ രേഖകളുടെ പേരിൻ്റെ വ്യത്യാസം മൂലമോ എന്നിങ്ങനെയെല്ലാമാണ് അത് റിജക്റ്റ് ആയത്. നമ്മുടെ പേര് ചിലപ്പോൾ നമ്മുടെ SLC ബുക്കിൽ ഒരു പേരും നമ്മുടെ ആധാർ കാർഡിൽ മറ്റൊരു പേരും ബാങ്ക് അക്കൗണ്ടിൽ മറ്റൊരു പേര് എന്നിങ്ങനെ പേരിലെ വ്യത്യാസം കൊണ്ട് മറ്റു ചില ആളുകൾക്ക് അത് റിജക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ 1 name same സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടി വരും. മറ്റു ചില ആളുകൾക്ക് സർട്ടിഫിക്കറ്റിലെ ക്ലിയർ കമ്മില്ലാത്തത് ക്ലിയർ ഇല്ലാത്ത രേഖകൾ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊണ്ടായിരിക്കാം. മറ്റു ചില ആളുകൾക്ക് ഫോട്ടോസ്റ്റാറ്റ് വെച്ച് അപ്ലോഡ് ചെയ്ത ആളുകൾക്കും ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് നോക്കിയതിന് ശേഷം കറക്റ്റായി തന്നെ കാര്യങ്ങൾ ചെയ്ത് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യുക. അവർക്ക് പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആകുകയും പെൻഷൻ ഐ ഡി ലഭിക്കുകയും ചെയ്യും. പെൻഷൻ ഐ ഡി ലഭിച്ച ആളുകൾക്ക് ഈ മാസം തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. മാസം 1000 രൂപയുടെ പെൻഷൻ ആയിരിക്കും അവർക്ക് ലഭിക്കുക. ഇത് സ്റ്റാറ്റസ് എല്ലാ ദിവസവും ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് ആവശ്യമുള്ളവർ ലിങ്ക് നിന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ